ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഈ ആഴ്ചത്തെ വീക്ക്ലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഇതിൽ നമ്മൾ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ആൻഡ് നമ്മൾ ഇനിയുള്ള വീക്സും മാസങ്ങളിലും ഫോക്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസും നമ്മൾ പറയുന്നതായിരിക്കും. സോ ഇതൊരു സ്റ്റഡി പർപ്പസ് വീഡിയോ ആണ്, മറിച്ച് ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും കണക്കാക്കരുത്. മറിച്ച് ഓരോ സ്റ്റോക്സിൻ്റെയും ചാർട്ടും സ്ട്രക്ചറും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ആൻഡ് ഡിസ്ക്ലൈമർ മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഈ ആഴ്ച എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ലൊരു വീക്കായിരുന്നു. ലൈക്ക് എന്താണ് അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ ഒരുപാട് പോസിറ്റീവ് ട്രിഗേഴ്സ് മാർക്കറ്റിനുണ്ട്. ഒരു മാർക്കറ്റ് ക്രാഷിന് ശേഷം അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തുന്ന ക്രാഷിന് ശേഷം മാർക്കറ്റ് തിരിച്ച് റീറ്റെയിൻ ചെയ്തു, അല്ലെ, ആ സ്ട്രെങ്ത് റീറ്റെയിൻ ചെയ്തു. മാർക്കറ്റിലെ പോസിറ്റീവ് ട്രിഗേഴ്സ് ആയിട്ട് പല കാര്യങ്ങളും ഉണ്ട്. അതായത് ഇന്ത്യ US ട്രേഡ് ഡീലിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ സംസാരിക്കുന്നതിന് കുറച്ച് നേരം മുന്നേ വരെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആൻഡ് ഇന്ത്യ യൂറോപ്യൻ ട്രേഡ് ഡീലും ഫ്രീ ട്രേഡ് ഡീലും കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മുടെ കമ്പനീസിന് പുതിയ മാർക്കറ്റ് ആക്സസും കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ട്രേഡുകൾ നടത്താനുമുള്ള ഒരു അവസരം ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഒരു പാനിക് സിറ്റുവേഷൻസിനൊക്കെ മറികടന്ന് മാർക്കറ്റിന് മുൻപോട്ട് പോകാനുള്ള പോസിറ്റീവ് ട്രിഗേഴ്സ് ഒരുപാടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. സോ ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെയും വ്യൂ ഒന്ന് പറഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ആഴ്ചകളിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു പഠനം നടത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വീക്കിലിയിൽ അത്യാവശ്യം ഭേദപ്പെട്ട ക്ലോസിംഗ് ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുകളിലത്തിൽ കുറച്ച് വിക്ക് വിസിബിൾ ആണ്. സോ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. നമുക്കറിയാം ഒരു ഓൾ ടൈം ഹൈക്ക് സമീപമാണ് നിൽക്കുന്നത്. ഇപ്പോൾ US ട്രേഡ് ഡീൽ തീരുമാനമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ അത്യാവശ്യം പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം നമുക്ക് ഇനി പ്രതീക്ഷിക്കാം. അധികം ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പറയേണ്ടത്. പക്ഷേ മാർക്കറ്റിൽ നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്തേക്കും. ഇന്ന ലെവൽസിൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന ലെവൽസ് ബ്രേക്ക് ചെയ്യുന്നവരെ മാത്രം പോസിറ്റീവ് ബയസ് നിലനിർത്തും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റും. നമുക്ക് ഈ ഒരു ഡൗൺ സൈഡ് വരെ ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. മറിച്ച് മാർക്കറ്റ് ഒരു 25,400 റേഞ്ചിൽ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ താഴോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് റേഞ്ച് തന്നെ ഉണ്ട്, 24,568. സോ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും പോസിറ്റീവ് ന്യൂസസ് നിലവിലുള്ളപ്പോൾ ഈ ഒരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ മാർക്കറ്റിൽ കുറച്ചധികം സെല്ലിംഗ് പ്രഷർ നേടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. അപ്പം 50 മിനിറ്റ് ചാർട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണാം. അപ്പോൾ തിങ്കളാഴ്ച ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ മാർക്കറ്റ് മേ ബി ആ ഒരു പോസിറ്റീവ്നെസ് നിലനിർത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു വലിയ സെല്ലിംഗ് ക്യാൻഡിൽ കാണാൻ കഴിയും. അതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായ സെല്ലിംഗ് ക്യാൻഡിലാണ്. അപ്പോൾ 26,370 എന്ന റേഞ്ചിന് മുകളിലായിരിക്കും നമുക്ക് പുതിയ ഒരു ടെറിട്ടറിയിലേക്ക് മാർക്കറ്റ് പോവുക. അപ്പോൾ ആ ഒരു ഏരിയയിൽ വരുന്നതിന് മുന്നേ ഉള്ള സെല്ലിംഗ് പ്രഷറാണ് നമ്മളിവിടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, പുതിയൊരു ടെറിട്ടറിയിലേക്ക് മാർക്കറ്റ് നീങ്ങും മുന്നേ ഉള്ളൊരു സെല്ലിംഗ് പ്രഷറാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ വീണ്ടും മാർക്കറ്റിലെ വ്യൂ പറയുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം. 25,400 ഡിമാൻഡ് ഏരിയ ആയിട്ടും ആൻഡ് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് സോണും മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അപ്പം എന്തായാലും മൺഡേത്തെ ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഒരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്. എന്തായിരിക്കും മാർക്കറ്റിൻ്റെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ തുടർച്ച ഉണ്ടാവുമോ ഇല്ല എന്നുള്ള കാര്യം മൺഡേ നമുക്ക് അറിയാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ ബാങ്ക് നിഫ്റ്റിയും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത ശേഷം സ്ട്രൈറ്റ് സ്റ്റോക്സിൻ്റെ അനാലിസിസിലേക്ക് നമുക്ക് പോകാം. അപ്പം ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ 1 ഡേ ചാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇടുകയാണ്. മന്ത്ലി ചാർട്ട് ഒന്ന് ഇട്ട് കാണിക്കാം. മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം മാർക്കറ്റ് പുതിയ അപ്സൈഡ് മൂവ്മെൻറ്റിന് കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ ഒരു വിക്ക് ഉണ്ട് മന്ത്ലി ക്യാൻഡിലിൽ. സോ അതൊരു കൺസേൺ ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി ഒന്നും ഇല്ല. കാര്യം മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് ട്രിഗേഴ്സ് ഉണ്ട് കഴിഞ്ഞാൽ ഈ ഒരു വിക്സ് എല്ലാം കവർ ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. വീക്ക്ലി ചാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം 60,000 കടന്ന് 61,947 വരെ പോകാനുള്ള അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്തിയിട്ടുണ്ട്. ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നതാണ്. ആൻഡ് ഒരു 1 ഡേ ചാർട്ടിലേക്ക് നമുക്ക് നീങ്ങാം. 1 ഡേ ചാർട്ട് നോക്കുകയാണെങ്കിലും അറിയാം അല്ലേ, എന്താണ് മാർക്കറ്റ് അന്നത്തെ ആ ഗ്യാപ്പ് അപ്പിന് ശേഷം, ആ ഒരു ട്രേഡ് ഡീലിൻ്റെ സൂചന വന്ന ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റ് ഒന്ന് റീറ്റെയിൻ ചെയ്തു. എന്തായാലും ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ താഴെയാണ്, സപ്ലൈ സോണിൻ്റെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് വെള്ളിയാഴ്ച എന്തായാലും മാർക്കറ്റ് വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് മാർക്കറ്റ് എന്തായാലും 60,400 റേഞ്ചിലേക്ക് ഒരു അറ്റംപ്റ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. 60,120 ആണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും 60,400 റേഞ്ചിലേക്ക് മാർക്കറ്റ് ഒരു അറ്റംപ്റ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. 15 മിനിറ്റ് ചാർട്ട് കാണിക്കാം. മാർക്കറ്റ് കണ്ടില്ലേ, ഈ ഒരു സോൺ 59,300 റേഞ്ചിൽ മാർക്കറ്റ് ഡിമാൻഡ് എടുത്ത് സ്ട്രക്ചറലി ഒരു W പാറ്റേൺ പോലെയൊക്കെ നമുക്കിവിടെ തോന്നാം. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ തിങ്കളാഴ്ച ദിവസം ഇത് തന്നെയാണ് 59,600 എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മേ ബി മാർക്കറ്റ് വീണ്ടും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു സെല്ലിംഗ് പ്രഷർ അതിജീവിക്കാനുള്ള ഒരു അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്.
60,500 റേഞ്ചിന് 60,376 മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു ഷോർട്ട് കവറിങ്, ഈ ഒരു മാർക്കറ്റ് ഈ ഒരു സെല്ലിംഗ് പ്രഷർ അതിജീവിച്ച് ഈ ഒരു മാർക്കറ്റ് മുൻപോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള വ്യൂ മനസ്സിൽ വെച്ച് തന്നെ മുൻപോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തിന് സ്റ്റോക്സ്, നമ്മളെ ഫോക്കസിലുള്ള സ്റ്റോക്സിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. സോ ഞാൻ കുറച്ചധികം കാലമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഫോഴ്സ് മോട്ടോഴ്സ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്, നല്ല റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല അറ്റംപ്റ്റ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഫോഴ്സ് മോട്ടോഴ്സിൽ. ആൻഡ് വീക്ക്ലി ക്യാൻഡിലാണ് നിങ്ങൾ എടുത്ത് കാണിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മാർക്കറ്റ് ആഴ്ചകളായിട്ട് 22,000 നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു 15,000 വന്നു. ആൻഡ് മാർക്കറ്റ് വീണ്ടും ഈ ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുന്നതായിട്ട് ശ്രമം തോന്നുന്നുണ്ട്. അതിൻ്റെ 26,000 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം ഈ വരുന്ന ആഴ്ചകളിൽ ഉണ്ടാവാം. കാര്യം അത്യാവശ്യം നല്ല റിസൾട്ടുകളുണ്ട്. സോ കൂടുതൽ ബയേഴ്സിൻ്റെ പ്രസൻസ് ഫോഴ്സ് മോട്ടോഴ്സിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഇതൊന്ന് ചാർട്ട് മാറ്റി കാണിച്ചു തരാം. ഈ ലേബിൾസ് ഒക്കെ മാറ്റുകയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, കണ്ടില്ലേ, മാർക്കറ്റ് 22,144 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. അപ്പം നമ്മൾ എന്താ പറയുക, നമുക്ക് കുറച്ച് ഡിമാൻഡ് ഏരിയാസ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തിടാം. ട്രെൻഡ് ലൈൻ സപ്പോർട്ടും നിലവിൽ ഫോഴ്സ് മോട്ടോഴ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇപ്പം 22,000 നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഭയപ്പെടും, പലരും ഭയപ്പെടും. 14,000 രൂപ താഴോട്ട് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉണ്ട്, 18,000-19,000 റേഞ്ചിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉണ്ട്. ബയേഴ്സിന് ഇൻട്രസ്റ്റ് ആ മേഖലയിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഫോഴ്സ് മോട്ടോഴ്സിനെ സംബന്ധിച്ചൊക്കെ അത്ര റേഞ്ച് താഴെ വരുന്നത് വളരെ നോർമലാണ്. അപ്പോൾ നിങ്ങൾ നോക്കി എത്ര തവണ 22,000 നിന്നും താഴെ 18,000 റേഞ്ചിലേക്ക് വന്നു എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. അപ്പം ഫോഴ്സ് മോട്ടോഴ്സ് പോലുള്ള കമ്പനികൾക്ക് അത്രയും വലിയ ഫ്ലക്ച്വേഷൻസ് വളരെ നോർമലാണ്. അപ്പോൾ എന്തായാലും 22,000 ബ്രേക്ക് ചെയ്യുവാണ്, 22,000 അടുപ്പിച്ചാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. 22,000 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ട്രയൽ ചെയ്യും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ 26,000 രൂപ ട്രയൽ ചെയ്യാനാണ് ഞാൻ ഡിസിഷൻ എടുത്തേക്കുന്നത്. സോ കീപ്പ് ഇൻ ക്ലോസ് വാച്ച് ലിസ്റ്റ്. അത്യാവശ്യം നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഫോഴ്സ് മോട്ടോഴ്സിൽ ഡെവലപ്പായി വരുന്നുണ്ട്. ഓക്കെ, അടുത്ത കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്ന സ്റ്റോക്ക് ഞാൻ പറഞ്ഞുതരാം. ദീപ് ഇൻഡസ്ട്രീസ് എന്നാണ്. പക്ഷേ ഇതുവരെ എൻട്രി ഒന്നും എടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല കമ്പനിയാണ് ഡീപ്പ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ കുറേ കാലമായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് താഴെ വരികയാണ്. ആൻഡ് ഈ ഒരു ഏരിയയിൽ ഡിമാൻഡ് എടുത്ത് നിൽക്കുക. ഞാനിവിടെ ഡിമാൻഡ് ഏരിയ ആയിട്ട് വെച്ചിരിക്കുന്നത് 300, 320, 340 റേഞ്ചാണ് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വെച്ചിരിക്കുന്നത്. ആ ഡിമാൻഡ് ഏരിയയിൽ നിന്ന് അത്യാവശ്യം നല്ല റിയാക്ഷൻ മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡീപ്പ് ഇൻഡസ്ട്രീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ 440 ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കൂടുതൽ എന്തായാലും അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഏരിയ ബ്രേക്ക് 470 അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും മിക്കവാറും മാർക്കറ്റ് നല്ലൊരു ഒരു ബൈയിങ് സ്ട്രെങ്ത് ഉണ്ടാവുക. 470 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഞാൻ ഡിമാൻഡ് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. 300, 320 റേഞ്ച് നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഡീപ്പ് ഇൻഡസ്ട്രീസിൽ ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ട്. സോ ഈ ഏരിയ ഒക്കെ എൻ്റെ ഫോക്കസിൽ കാണും. ഒരു റീട്രേസ്മെന്റ് താഴോട്ട് വന്നാലും ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നായിരിക്കും ഞാൻ എൻട്രി കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നല്ല സ്ട്രെങ്ത്തിൽ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും ഒരു ട്രേഡിംഗ് ഡിസിഷൻസ് ഡീപ്പ് ഇൻഡസ്ട്രീസ് എടുക്കുക. എന്തായാലും ഇത് നല്ലൊരു സോണായിട്ട് 300, 350 റേഞ്ച് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഡീപ്പ് ഇൻഡസ്ട്രീസ് വരുന്ന ആഴ്ചകൾ ഫോക്കസ് ചെയ്യുക. ഈ ഡിമാൻഡ് ഏരിയാസിലും അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ വന്നാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് JK ടയേഴ്സ് ആണ്. JK ടയേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മികച്ച റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ JK ടയേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നോക്കി എവിടെ നിന്നാണ് 577, 580 റേഞ്ചിൽ നിന്നും സ്റ്റോക്ക് 270 റേഞ്ച് വരെ വന്ന ശേഷമാണ് റീറ്റെയിൻ ചെയ്ത് അപ്സൈഡ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ദിവസം കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 550 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. JK ടയേഴ്സിൻ്റെ വീക്ക്ലി ചാർട്ട് നോക്കി ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഈ വീക്കിലെ ക്ലോസിംഗ് നോക്കി ഈ ഒരു കൺസോൾട്ടേഷൻ്റെ മുകളിലാണ് അല്ലേ. സോ നമുക്കൊരു കണ്ടിന്യൂഷൻ റാലി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് JK ടയറിന്. എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. എന്തായാലും ഒരു സോൺ റീടെസ്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. സോൺ ബ്രേക്ക് ചെയ്ത് ആ സോണിൽ റീടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ JK ടയർ എൻ്റെ ഫോക്കസിലുണ്ടായിരിക്കും. ടാർഗറ്റുകളൊക്കെ നമുക്ക് നോക്കാം. ഞാനൊരു 580, 590 റേഞ്ചിലേക്ക് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ വരുമോ ഇല്ല എന്നുള്ള കാര്യമായിരിക്കും ഞാൻ വാച്ച് ലിസ്റ്റിലിടുക. 600 റേഞ്ച് വരെയൊക്കെ ഇനി എന്തായിരിക്കും മാർക്കറ്റ് നടത്തുക എന്നുള്ളത്. സോ നിങ്ങൾ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നിങ്ങൾ വാച്ച് ചെയ്യുക. കണ്ടില്ലേ, ഈ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അപ്സൈഡ് വരികയാണെങ്കിൽ ഒരു റിട്രേസ്മെന്റും ഉണ്ട് ഇതിൽ. സോ വളരെ സ്ലോ മൂവ്മെന്റ് ആയിരിക്കുമോ എന്നുള്ള ഡൗട്ട് എനിക്കുണ്ട്. എന്തായാലും ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴേ എനിക്കൊരു കറക്റ്റ് നിഗമനം ഇതിൽ കിട്ടത്തുള്ളൂ JK ടയർസിൽ. ബട്ട് അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ ഇതിൽ ഡെവലപ്പ് ആവുന്നുണ്ട്. JK ടയർ ഇൻഡസ്ട്രീസ് എല്ലാവരും വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോക്കാണ്. നമുക്കൊരു ബോട്ടം ഫിഷിംഗ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ലോധ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം ഡൗൺ സൈഡ് വന്ന കമ്പനിയാണ് ലോധ ഡെവലപ്പേഴ്സ്. വീക്ക്ലി ചാർട്ട് ഞാൻ കാണിക്കാം. വീക്ക്ലിയിലാണ് ഞാൻ ഈ ട്രേഡിംഗ് ഡിസിഷൻസ് എടുത്തത്. വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഇവിടെ വിസിബിൾ ആണ്. വളരെ പെർഫെക്റ്റ് പാറ്റേൺ അല്ല ഞാൻ പറയുന്നത്, ബട്ട് കൈൻഡ് ഓഫ് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ നമുക്കിവിടെ വിസിബിൾ ആണ്. അതിൻ്റെ മാർക്കറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിലേക്കാണ് നീങ്ങുന്നത്.
ഒരു സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് നിങ്ങൾ കണ്ടില്ല, ഈ ഒരു ചെറിയ നല്ലൊരു സപ്പോർട്ട് റേഞ്ച് ഉണ്ടായിരുന്നു. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് താഴെ വന്നത്. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് റീറ്റെയിൻ ചെയ്ത് സ്ട്രെങ്ത് റീറ്റെയിൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ മാർക്കറ്റിന്റെ ഇനിയുള്ള അറ്റംപ്റ്റ് എന്തായിരിക്കുമെന്ന് നമുക്ക് കാണാം. ലോധയിൽ എന്തായാലും 1055 ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. 1200 പോയിന്റ്സിന്റെ ഒരു 7 to 8%, 10% മൂവ്മെന്റിനുള്ള പോസിബിലിറ്റി ലോധയിൽ കാണുന്നതുകൊണ്ടാണ് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത് ലോധ ഡെവലപ്പേഴ്സ്. അപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഇവിടെ ഉള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 1050 റേഞ്ചിൽ എന്തായാലും ഒരു സെൽ ഓഫ് ഇവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവുക. ബട്ട് വീക്കിലി നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ടെക്നിക്കലി ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ നമുക്കിവിടെ വിസിബിൾ ആണ്. ഓക്കെ, മോർണിംഗ് സ്റ്റാർ പാറ്റേൺ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഒരു ഡൗൺ ട്രെൻഡ് വരുന്ന സ്റ്റോക്ക് ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ വരുമ്പോഴത്തേക്കും അവിടെ റിവേഴ്സൽ സൂചനയാണ് വരുന്നത്. അതായത് ഒരു ബാഡ് ട്രെൻഡിന്റെ അവസാനമായിരിക്കും ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺസ് വിസിബിൾ ആവുക. ടോട്ടലി ബയേഴ്സിന്റെ ഇൻട്രസ്റ്റ് വരുന്നു എന്ന് കാണിക്കുന്ന ഒരു പാറ്റേൺ ആണ്. സോ എല്ലാവരും ലോധ ഡെവലപ്പേഴ്സ് ടെക്നിക്കലി അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് അദാനി പോർട്സ് ആണ്. എൻ്റെ ഹോൾഡിങ്ങിലുണ്ട് അദാനി പോർട്സ്. അപ്പോൾ അദാനി പോർട്സ് വീണ്ടും നല്ലൊരു പാറ്റേൺ വിസിബിൾ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അദാനി പോർട്സ് നോക്കുകയാണെങ്കിൽ കുറേ കാലമായിട്ട് 1500 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഒരുപാട് കാലമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ഓൾ US ഇന്ത്യ ട്രേഡ് ഡീലിന് ശേഷം അദാനി പോർട്സ് സൈഡ് വന്നിട്ടുണ്ട്. ആൻഡ് 1550 നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും പിന്നെ ഇതിൽ എൻട്രി സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ എൻട്രി പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് എൻട്രി എടുക്കുന്നവർക്ക് പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. എന്തായാലും 4 to 5% മൂവ്മെന്റ് പെൻഡിങ് ആണ്. ഈ ഒരു ഓൾ ടൈം ഹൈ എന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് മിക്കവാറും ഒരു അറ്റംപ്റ്റ് ഫസ്റ്റ് ഒരു ബൈങ് അറ്റംപ്റ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് റീട്രേസ്മെന്റ് വരട്ടെ, സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ വരട്ടെ. ഇതാ കണ്ടില്ലേ, ഒരു ട്രെൻഡ് ലൈൻ, ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ട്രെൻഡ് ലൈൻസ് എപ്പോഴും ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഉണ്ട്. ഓരോ ട്രെൻഡ് ലൈൻ വരുമ്പോൾ ട്രെൻഡ് ലൈൻ താഴെ വന്ന ശേഷമാണെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1300 റേഞ്ചിലേക്ക് വരുമില്ല നോക്കി 200 പോയിന്റ് ഡൗൺ സൈഡ് വന്നാലും ഞാൻ കൂളാണ്. ലൈക്ക് ഇതൊരു നല്ല ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് 1500 റേഞ്ച് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് പോസിബിളി വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡിമാൻഡ് തന്നെയാണ് 1500, അതിൽ മാറ്റമൊന്നുമില്ല. 1500 നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയുക, ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ള വരുമോ എന്നുള്ള ഒരു സൂചനയുണ്ട്, ആ ഒരു ഭയമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വാച്ച് ചെയ്യാം. ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരുവാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ഡിമാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, 1300 റേഞ്ച് നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് ഈ ഒരു 2 സ്റ്റോക്സും 2 സോൺസിൽ വാച്ച് ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും ഗ്രോ അത്യാവശ്യം എല്ലാവരുടെയും ഫേവറേറ്റ് സ്റ്റോക്കാണ് ട്രേഡ് ചെയ്യാനായിട്ട്. ബട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് കൺസോൾട്ടേഷൻ സ്റ്റേറ്റിൽ നിൽക്കുകയാണ് ഗ്രോ. അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു ക്യാൻഡിലിൽ ഞാൻ എന്തുകൊണ്ട് ഗ്രോ എടുത്തെന്ന് ചോദിച്ചാൽ റിക്കവറി ക്യാൻഡിൽ കണ്ടുകൊണ്ടാണ് എടുക്കുന്നത്. 150 റേഞ്ചിൽ നിന്ന് സെൽ ഓഫ്, നല്ല രീതിയിൽ സെൽ ഓഫ് വന്ന് ഗ്രോ 150 റേഞ്ച് വരെ എത്തിയിരുന്നു, കണ്ടില്ലേ. അപ്പോൾ ഒറ്റ ഡേ തന്നെ ആ റിക്കവറി ക്യാൻഡിൽ നിങ്ങൾ നോക്കിയാൽ ലോങ് വിക്ക് റിക്കവറി ഉണ്ടായിരുന്നു. വലിയൊരു വിക്ക് വെച്ചിട്ടാണ് റിക്കവറി വന്നിട്ടുള്ളത്. ആൻഡ് തിരിച്ച് ആ വിക്ക് ഏരിയയിലേക്ക് വന്നപ്പോൾ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ആ ഒരു ക്യാൻഡലിന്റെ മുകളിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഇപ്പോൾ ഏകദേശം ഒരു മദർ ക്യാൻഡലിന്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ കഴിയും. 169 to 170 റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണ്. അതായത് 180 ആണ് പ്രോപ്പർലി ഉള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സപ്ലൈ ആണ് 180 റേഞ്ച് ഒരു സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഗ്രോയിൽ. അപ്പം ആൻഡ് ഡിമാൻഡ് ആയിട്ട് 150 റേഞ്ചും ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ലോങ് വിക്ക് റിക്കവറി കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ വീണ്ടും ഇട്ടത്. അപ്പോൾ 180 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുമെന്ന് നോക്കാം. IPO ബേസ്ഡ് സ്റ്റോക്കാണ്. എത്ര ദിവസം ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഹോൾഡ് ചെയ്യുമെന്നും കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. 150 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് വരും, പിന്നെ ഈ ഒരു ലോ ടച്ച് ചെയ്യും. ഓക്കെ, 150 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ഈ 150 ബ്രേക്ക് ചെയ്ത് താഴെ വരുവാണെങ്കിൽ മിക്കവാറും പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 111 എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഈ ഒരു സോൺസിന്റെ എബോവ് ട്രേഡ് 150 എബോവ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഹയർ സൈഡും, 150ക്ക് താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ലോവർ സൈഡിലേക്കും ആയിരിക്കും എൻ്റെ ഒരു ഫോക്കസ് വരിക. 111, 110 റേഞ്ചിലേക്ക് എങ്കിൽ ഈ സ്റ്റോക്ക് താഴെ വരാൻ പോസിബിലിറ്റി ഉണ്ട് 150 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, സോ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. അടുത്ത സ്റ്റോക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത് ടാറ്റാ സ്റ്റീലാണ്. ലെറ്റ്സ് സീ, ടാറ്റാ സ്റ്റീൽ നിങ്ങൾ നോക്കുക. ടാറ്റാ സ്റ്റീലും ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല, ബട്ട് അത്യാവശ്യം നല്ലൊരു ട്രേഡിംഗ് പൊസിഷനിലേക്ക് വരികയാണ്. പുതിയ പാറ്റേൺസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും, ടെക്നിക്കൽ പാറ്റേൺസ് കാണാൻ കഴിയും. മാർക്കറ്റ് ഈ ഒരു പാറ്റേൺ ബ്രേക്ക് തന്ന ശേഷം 200 റേഞ്ചിലേക്ക് വന്നു. ആൻഡ് 200 റേഞ്ചിൽ നിന്ന് താഴെ 180 റേഞ്ചിലേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും ഹയർ സൈഡ് അറ്റംപ്റ്റ് നടത്തുകയാണ്. അപ്പോൾ എന്തായാലും 20% മൂവ്മെന്റ് പോസിബിലിറ്റി നിലവിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, 12% മൂവ്മെന്റ് പോസിബിലിറ്റി ഇനിയും പെൻഡിങ് ആണെന്നാണ് വിശ്വാസം. എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇടുക. നമുക്ക് ഈ ഒരു ഏരിയ 180 റേഞ്ച് ടു 190 റേഞ്ച് പ്രോപ്പർ ഡിമാൻഡ് ആണ്. 180 to 190 ഈസ് പ്രോപ്പർ ഡിമാൻഡ്. 180 to 190 ഈസ് പ്രോപ്പർ ഡിമാൻഡ് സോൺ. അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ഡിമാൻഡ് പോസിബിലിറ്റി ഉണ്ട്. നല്ലൊരു എൻട്രി ഏരിയയാണ് 180 to 190.
ഒരു റിസ്ക് ഫ്രീ, ലോ റിസ്ക് എൻട്രി ആയിരിക്കും. ഓക്കെ, ശേഷം വാച്ച് ചെയ്യുക. June 20 എന്ന് പറയുന്നത് ഒരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ആണ്. 220 ഈസ് സപ്ലൈ. സോ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് NTPC ആണ്. NTPC എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടാം. നല്ലൊരു കമ്പനി, പ്രൈസ് ആക്ഷൻ കാണുന്നതുകൊണ്ട് ഞാൻ NTPC എടുത്തിട്ടേക്കാണ്. സോ ഞാൻ എൻട്രി എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു പേപ്പർ ട്രേഡിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എൻട്രി എടുക്കാൻ വിട്ടുപോയ സ്റ്റോക്കാണ്, കാര്യം ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ട് വിട്ടുപോയ സ്റ്റോക്കാണ്. കാര്യം ഓൾറെഡി എല്ലാ സ്റ്റോക്കിലും ലോക്ക്ഡ് ആയിരുന്നു. സോ NTPCയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നൈസ് ഒരു എൻട്രി ഉണ്ടായിരുന്നു. ആ എൻട്രി ബ്രേക്ക് ഇൻ, ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ്, ഒരു പുൾ ബാക്കിൽ നമ്മൾ എൻട്രി എടുത്തു. എൻട്രി എടുക്കാവുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് സ്റ്റോക്ക് വീണ്ടും ടാർഗറ്റ് അടിക്കാനുണ്ടായിരുന്നു. ഞാൻ എൻട്രി എടുത്തിട്ടില്ല ഇതിൽ. വീക്കിലി നിങ്ങൾ എടുത്ത് നോക്കുക. വീക്കിലി ക്യാൻഡിൽ കാണിക്കുന്നത് ഒരു സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. വീക്കിലി ക്യാൻഡിലിലെ ഒരു സ്ട്രെങ്ത് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ഇതൊരു പ്രോപ്പർലി ഒരു കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റിൽ നടക്കുന്നത്. 365 to 300 റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുകയാണ്. ആൻഡ് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോപ്പർ ഹൈ എന്ന് പറയുന്നത് 450 റേഞ്ചാണ്. അപ്പോൾ 1 ഡേ ചാർട്ട് ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സെല്ലിംഗ് ഏരിയ 370 റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, 370 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് ഇതിൽ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, 370 ബ്രേക്ക് ചെയ്ത ശേഷം ഒരു ക്യാൻഡിൽ തരും, ശേഷം ഒരു പുൾ ബാക്ക്, വീണ്ടും ഈ ഏരിയാസിലോട്ട് ഒരു പുൾ ബാക്ക് തരാനുള്ള പോസിബിലിറ്റിയാണ്. ഞാൻ ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു ഇതിൽ മാക്സിമം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഈ ഏരിയ ബ്രേക്ക് ചെയ്ത ശേഷം 2-3 ദിവസം ഇങ്ങനെ ട്രേഡ് ചെയ്ത ശേഷം വീണ്ടും ഒരു ഡീപ്പ് പുൾ ബാക്ക് തരും. ഫുൾ ബാക്ക് തന്ന് 350 റേഞ്ച് വരെയൊക്കെ വന്ന ശേഷം മാർക്കറ്റ് വീണ്ടും പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ പല സ്റ്റോക്സിലും കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കൺസോൾട്ടേഷനിൽ നിൽക്കുന്ന സ്റ്റോക്കുകളിൽ, അതായത് ആദ്യം ബയേഴ്സിന് ഇൻട്രസ്റ്റ് കാണിക്കും, എന്നിട്ട് ബയേഴ്സ് എല്ലാം എൻ്റർ ആയ ശേഷം അവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത് താഴെ വരും, എന്നിട്ട് വീണ്ടും അപ്സൈഡ് പോകുന്ന ഒരു അറ്റംപ്റ്റ്. ഇത് NTPCയിൽ ഞാൻ അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം ഒരുപാട് മാനിപ്പുലേഷൻസ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. കാര്യം നിങ്ങൾ ഇവിടുത്തെ ചാർട്ട് നോക്കിയാൽ അറിയാം, ബ്രേക്ക് ചെയ്യുന്നു, താഴെ വരുന്നു. നിങ്ങൾ അതിനെ പറയാൻ കാര്യം മൈനറായിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ ഇവിടുത്തെ ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് അല്ലേ. ചെയ്ത ശേഷം എന്ത് സംഭവിച്ചു? എല്ലാവരും ബയേഴ്സ് എല്ലാം എൻ്റർ ആയ ശേഷം തിരിച്ച് ഡൗൺ സൈഡ് വന്നു. കണ്ടില്ലേ, 330 റേഞ്ച് വരെ വന്ന ശേഷം വീണ്ടും ബൈയിങ് പ്രഷർ വന്നു. സോ അതേ പാറ്റേൺ മേ ബി ഇതിലും NTPCയിൽ വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മേ ബി ഒരു ബ്രേക്ക് തരും, 380 to 390 റേഞ്ച് വരെ ബ്രേക്ക് പോകും. 2-3 ദിവസം അങ്ങനെ അതിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യും. ആൻഡ് വീണ്ടും ഡൗൺ സൈഡ് വന്ന് ഒരു 350 റേഞ്ച് വരെ ഒരു പുൾ ബാക്ക് തരും. അപ്പം ഈ ആളുകളെല്ലാം വിൽക്കും. ഈ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് ഒക്കെ നടത്തി മാർക്കറ്റ് വീണ്ടും അപ്സൈഡ് പോകാനുള്ള അറ്റംപ്റ്റ് നടത്തും. സോ NTPC ഒരു നല്ലൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി എടുത്തു വെച്ചേക്കുകയാണ്. എല്ലാവരും ഇതിൻ്റെ ഒരു മൂവ്മെന്റ്സ് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ഒരു സ്റ്റോക്കും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വബാഗ്. ഓക്കെ, VA-Tech വബാഗ് ലിമിറ്റഡ്. അപ്പം വബാഗിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡൗൺ സൈഡ് മൊമെൻ്റ് ഒക്കെ കണ്ടതായിട്ട് കാണാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1900 നിന്ന് 978 റേഞ്ച് വരെ എത്തി. മോസ്റ്റ്ലി നല്ലൊരു സെല്ലിംഗ് പ്രഷർ, ഒരു കറക്ഷൻ ഫേസ് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മോസ്റ്റ്ലി ഒരു 46% കറക്ഷൻ VA-Tech വബാഗിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മന്ത്ലി ചാർട്ട് കാണിക്കാം. അപ്പോൾ മന്ത്ലി ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടും. മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തു, ഒരു ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് സെറ്റപ്പിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും മന്ത്ലി ചാർട്ടിൽ. വീക്കിലിയും കൂടെ കാണിക്കാമേ. വീക്കിലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ, കണ്ടില്ലേ, ഈ ഒരു സോണിൻ്റെ അടുത്ത് ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ കാണുന്നതായിട്ട് നമുക്കൊരു ഫീൽ വരുന്നുണ്ട്. കണ്ടില്ലേ, 1054 റേഞ്ചിൽ നിന്ന് നല്ല സ്ട്രോങ് റിക്കവറിയാണ് കിട്ടിയത് 1200 റേഞ്ചിലേക്ക്. സോ ഒരു എന്താ പറയുക, ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് സെറ്റപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത് ബാഗിനെ. ആൻഡ് ഇപ്പം നോക്കാം, ഒരു പ്ലെയിൻ ചാർട്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് വലിയ തൃപ്തിയൊന്നും കിട്ടില്ല. പക്ഷേ വീക്ക്ലി ചാർട്ടിൽ, ഡെയിലി ചാർട്ട് വീക്ക്ലി ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഹൈ പിക്ചർ നമുക്ക് കിട്ടും. സോ നമുക്ക് ഈ ഒരു ലോ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വയ്ക്കാം. ഓക്കെ, ഇത്രയും ഒരു സോണില്ലേ, 1115 എന്ന് പറയുന്ന ഇത്രയും വലിയൊരു സോണായിരിക്കും ഇതിൻ്റെ ഡിമാൻഡ് ഏരിയ. ഈ ഏരിയ ഈ ഒരു ക്യാൻഡിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഡിമാൻഡ് ആക്റ്റീവ് ചെയ്യാനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, വബാഗ് ഈ ഒരു മൂവ്മെൻറ്റ് ഫോളോ ചെയ്യുമോ അതോ ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഫെയിലിയർ ആവുമില്ലേ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളിവിടെ മൈന്യൂട്ടായിട്ടാണ് ഞാനിവിടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കാം, മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. സോ ഈ കണ്ടില്ലേ, മൈനർലി നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചു ആൻഡ് അതിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യുകയാണ്. സോ എല്ലാവരും ഈ ഒരു ഏരിയ ക്ലോസ്ലി വാച്ച് ചെയ്യുക, വബാഗ്. ഓക്കെ, ഇതൊരു ഡിമാൻഡായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഡിമാൻഡായിട്ട് ഞാൻ മാർക്ക് ചെയ്തിടുന്ന സോണ് 1050 റേഞ്ചാണ്. കാര്യം ഇതൊരു ബോട്ടം ഫിഷിംഗ് ടൈപ്പ് ട്രേഡിംഗ് മെത്തേഡാണ്. അപ്പം ബോട്ടം ഫിഷിംഗ് പോലെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എന്തായാലും ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാം പേഴ്സണലി. ഓക്കെ, താങ്ക് യു. അപ്പം അടുത്ത ആഴ്ച കാണാം.